അവർക്ക് സ്വാഗതം. അങ്ങനെ ബബിത കരഞ്ഞുകൊണ്ട് ഹരിനോട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരി പറയും, ഞാൻ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ നീ എൻ്റെ റൂമിലോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് ബബിതയാണെങ്കിലും. അപ്പോൾ നീ എനിക്ക് എന്തരും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ക്യാഷോ ഗോൾഡോ എന്ത് എന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ തരാമെന്ന് പറയുമ്പോഴാണ് ഹരി ഞാൻ വിളിക്കുമ്പോൾ നീ റൂമിലോട്ട് വാ ആദ്യം എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഇരുന്നിട്ട് കരയാണ് കേട്ടോ ബബിതയാണെങ്കിലും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഹരിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഡോറിന് തട്ടുകയാണ് കേട്ടോ. അതിങ്ങനെ പേടിച്ച് പേടിച്ചാണ് പോകുന്നത്. എന്നിട്ട് ചെന്ന് ഡോറിന് തട്ടും. അപ്പോൾ ഡോറ് തുറന്നിട്ട് ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വരും, ഞാൻ വിളിച്ചാൽ വരുന്നത് എനിക്കറിയായിരുന്നു എന്ന് പറയും കേട്ടോ. എന്താ പുറത്ത് നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വാന്ന് പറയും. അപ്പോൾ ബബിതയാണെങ്കിലും അകത്തേക്ക് അങ്ങ് കയറും കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയ സമയത്ത് ഹരിയാണെങ്കിലും ഡോറങ്ങ് ലോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ ഡോറ് ലോക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോറ് തുറന്നിടണമെങ്കിൽ തുറന്നിടാ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നുണ്ടായിരുന്നു, അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ബബിത അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറി വാ, നീ തന്നെ ഡിലീറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബബിതേനെ വിളിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, ഇങ്ങനെ ഹരിയേട്ട ആ വീഡിയോ വെച്ച് മുതലെടുപ്പ് നടത്തല്ലേ, പ്ലീസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എനിക്ക് എന്ത് തരും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ള ക്യാഷോ ഗോൾഡോ എന്താണെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊന്നും അല്ല എനിക്ക് വേണ്ടതെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ ഫോണ് തലയുടെ അടിയിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഹരിയാണെങ്കിലും. എന്നിട്ട് ബബിതേനെ ഇങ്ങനെ ഒരു വഷളൻ നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ഇഷ്ടമൊന്നും ആവുന്നില്ല അത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു തെറ്റല്ലേ നീ ചെയ്തത്, അപ്പോൾ അത് ഞാൻ മറച്ചു വെക്കല്ലേ, അപ്പോൾ അതിന് എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ബബിതയ്ക്കാണെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും എങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹരി പറയുന്നുണ്ടായിരുന്നു, ആ മുടിയൻ തെണ്ടീനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ ഞാൻ, അപ്പോൾ ഞാൻ നിൻ്റെ മുറച്ചെറുക്കനുമാണല്ലോ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം വീട്ടുകാർ നടത്തി തരും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ ഹരിയും പറയുന്നുണ്ടായിരുന്നു, എനിക്കും നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഹരിയാണെങ്കിൽ നിന്നങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആ മൊബൈലാണെങ്കിലും കിടന്നങ്ങനെ കയ്യിലിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലും ഒക്കെയാണ് കേട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹരിയാണെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹരീനെ ഒരു തള്ളു തള്ളിയിട്ട് ആ മൊബൈലും തട്ടിപ്പറിച്ച് ബബിത അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മൊബൈൽ ഇങ്ങ് താന്നൊക്കെ ഹരി പറയുന്നുണ്ട്. ഹരിയെ ബെഡിലേക്ക് തള്ളിയിട്ടാണ് കേട്ടോ ബബിത പുറത്തേക്ക് അങ്ങ് പോകുന്നത്. ഡോറെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ ഹരിയാണെങ്കിലും. അപ്പോൾ ബബിത അതെല്ലാം തുറന്ന് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് ഓടുകയാണ്. ഹരിയും പിറകെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ രാജീവനും ശിവനും കമലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കുട്ടികളെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവിടുന്ന കാര്യം തന്നെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബബിതയാണെങ്കിലും അതിലൂടെ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ കമല അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്താ ബബിത എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് അങ്ങ് പോവും. അടുക്കളയിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിറകെ തന്നെ ഹരി ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിതയാണെങ്കിൽ നേരെ കിച്ചണിൽ ചെന്നിട്ട് അവിടെ അമ്മി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഫോണ് ആ അമ്മിയിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് ആ ഫോൺ അങ്ങ് ഇടിച്ച് ഇതാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഹരിയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ രാജീവനും ചോദിക്കുന്നുണ്ട്, എന്താ ഹരിന്ന്, എന്താ നീ അവളുടെ പിറകെ ഓടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ അത് വാങ്ങിക്കാനാണെന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിൻ്റെ ഫോണിന് സ്ക്രീൻ ലോക്ക് ഇല്ലേ, പിന്നെ അവൾ കൊണ്ടുപോയാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ അത് ശരിയാണല്ലോ, എന്നാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരിയാണെങ്കിലും അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിൽ ആ ഫോൺ അങ്ങ് ഇടിച്ച് ശരിയാക്കുകയാണ് കേട്ടോ. ഹരി കിച്ചണിലെത്തുമ്പോഴേക്കും ആ ഫോണിൻ്റെ കാര്യം ഏതാണ്ട് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരി അവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാടാ നാറി, നിനക്ക് നിൻ്റെ ഫോൺ വേണോ, എന്നാൽ വാ എന്നിങ്ങനെ പറയേ. അപ്പോഴേക്കും ഹരി അങ്ങോട്ടേക്ക് അങ്ങ് ചെല്ലാൻ നിൽക്കുമ്പോഴേക്കും ആ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഫോണാണെങ്കിൽ അവിടെ എന്തോ കഞ്ഞിവെള്ളം എന്തോ ഒരു പാത്രത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബബിതയാണെങ്കിലും അതിലേക്ക് അങ്ങ് ഇടും കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഹരിക്കും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ബബിതയാണെങ്കിൽ അതിനേക്കാളും ദേഷ്യത്തിലാണ് കേട്ടോ. ഇങ്ങനെ ഹരി പറഞ്ഞത് ഓർത്തിട്ട് അവൾക്ക് തന്നെ അവളോട് എന്തോ ഒരു വെറുപ്പൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നാറി എന്നൊക്കെ പറഞ്ഞ് കാർക്കിച്ച് തുപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബബിതയാണെങ്കിലും മുകളിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ നീ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. ബബിതേനോട് ചോദിക്കുന്ന സമയത്ത് ശിവനും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിലും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് അങ്ങ് കയറി പോവും. അപ്പോൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറകെ തന്നെ ഹരിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിനോടും രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നിന്റെ ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹരിയാണെങ്കിൽ
ആണെങ്കിലും മുകളിലേക്ക് കയറി പോകും. അപ്പോൾ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രാജീവൻ ഹരിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഹരി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ശിവൻ പറയുന്ന സമയത്ത് രാജീവൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളോട് പറയാത്ത പ്രശ്നം ആണെങ്കിൽ അവർ തന്നെ അത് പരിഹരിച്ചോളും, നമ്മൾ അതിൽ ഇടപെടാൻ തന്നെയാണ് നല്ലതെന്ന് പറയും. പിന്നീട് രാജീവൻ പറയുന്നുണ്ടായിരുന്നു, അവരെ ഇങ്ങനെ കടപ്പാട്ടൂരിൽ കൊണ്ടുവിട്ട് ഇങ്ങനെ ബാധ്യത ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത്. ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പോലെ വഴക്ക് പറയാനോ ശാസിക്കാനൊന്നും പറ്റില്ല, അവർക്കത് ഫീൽ ചെയ്യും എന്ന് പറയുമ്പോൾ അത് ശിവന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ, അത് ശരിയാണെന്ന്. അപ്പോൾ ശിവേട്ടൻ അവരെ ഇങ്ങനെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ, ഞാനല്ലേ അവരെ വിളിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവിടുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കും പിന്നെ എന്തിനാ എന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ രാജീവൻ, കമലേട്ടത്തിക്ക് അവരെ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ചൂല് കൊണ്ട് അടിച്ചിറക്കിയ വീടാണത്, ഇനി ഞാൻ അങ്ങോട്ട് കാല് കുത്തണമെങ്കിൽ 2ാം ജന്മം ജനിക്കണം കമലയിടത്തി എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ അവിടെ കൊണ്ടുവിടാൻ പറയുന്ന സമയത്തും കമല പറയുന്നത് അവരിവിടെ നിന്ന് ഇങ്ങനെ വഴി വഴിച്ച് പോയിക്കോട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതാകുമ്പോൾ ബാലേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവരെ ഇങ്ങനെ വഴി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമല അങ്ങ് പോയി കഴിഞ്ഞ ശേഷം രാജീവനാണെങ്കിലും പറയുന്നുണ്ട്, മക്കളെ ഇവിടെ നിർത്താതെ തന്നെയാണ് നല്ലത്, അവരുടെ കാര്യത്തിൽ കമലേട്ടത്തേക്ക് ഒരു ശ്രദ്ധയില്ല, ബബിതയ്ക്കാണെങ്കിൽ പോകുമ്പോൾ തോന്നുമ്പോൾ പോവും, അതുപോലെ തന്നെ തോന്നുമ്പോൾ കയറി വരും, കമലേട്ടത്തി അവളോടൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്ങളുടെ മക്കളല്ലേ, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, അവിടെ ആകുമ്പോൾ അലീന ഉണ്ടല്ലോ, അലീന അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അലീന പറഞ്ഞാൽ അവർ ഇങ്ങനെ അവളെ അനുസരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ കൂടപ്പിറപ്പല്ലേ, അതാവുമ്പോൾ അവൾ നോക്കിക്കോളും എന്നാണ് കേട്ടോ പറയുന്നത്. അവരെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവിടാൻ തന്നെയാണ് പറയുന്നത് രാജീവനാണെങ്കിലും. പിന്നീട് ഗ്രേസമ്മയും മാമച്ചേനും കൂടെ രമേശൻ നായരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗ്രേസമ്മ കുറച്ച് മേക്കപ്പ് ഒക്കെ ഓവറായിട്ടാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ മാമച്ചേനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേക്കപ്പ് കൂടി പോയോ എന്ന്. അപ്പോൾ കൂടി പോയി എന്ന് പറയും. അപ്പോൾ അത് പോയിട്ട് മാറ്റിയിട്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, നീ ഇപ്പോഴും റെഡി ആയിട്ടില്ലേ, ഞങ്ങളൊക്കെ പോയിട്ട് വന്നു എന്ന് പറയട്ടെ ആദ്യം. അപ്പോൾ എവിടേക്കെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു, നീ പോയിട്ട് റെഡി ആയിട്ട് വാന്ന് പറയും. അപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് മതി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. പിന്നീട് ഗ്രേസമ്മ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ ഗ്രേസമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, രേവതിക്കുട്ടീനോട് പറയണ്ട എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ ആ രമേശൻ നായരെയും വിളിച്ച് പറയണം, രേവതിക്കുട്ടി ആരാന്നോ നമ്മൾ ആരാന്നൊന്നും അവിടെ ഉള്ളവരോടും ഒന്നും പറയണ്ട എന്നുള്ളത്, നമ്മളൊരു രോഗീനെ കാണാൻ പോകുന്നു അത്രയും അവളോട് പറഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മച്ചായൻ പറയുന്നുണ്ട്, അതെ അത് ഇത്രയേ ഉള്ളൂ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നുണ്ടെന്ന് മാത്രമേ അവളോട് പറഞ്ഞിട്ടുള്ളൂ, സ്ഥലത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മച്ചായൻ അവിടെ നിന്ന് പോകും. അപ്പോഴേക്ക് രേവതിക്കുട്ടി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഓടി ഇറങ്ങി വരുമ്പോൾ പതുക്കെ വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ കുഞ്ചു പോലെ ഇരുന്ന ആളാണ് എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഓ ഇവിടെ വന്ന് നല്ല തീറ്റയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ അങ്ങനെയാണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് പറയും കേട്ടോ. പിന്നെ രേവതിക്കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്കിളും ആൻറ്റിയും കൂടെ എന്നെ തരുണിമണി ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് മാമച്ചായനെ അവിടെ വെയിറ്റ് ചെയ്യാണ്, അങ്ങോട്ട് നടക്കടി എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവും. പിന്നീട് അവർ പോകുമ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഗ്രേസമ്മയാണെങ്കിലും ഒരു രോഗീനെ കാണാൻ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ, ഒരു വീട്ടിലേക്ക് പോകുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ അടുത്തൊരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ തന്നെ, അവിടുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും കേട്ടോ ഗ്രേസമ്മ. ഇറങ്ങുന്ന സമയത്തും രേവതിക്കുട്ടീനോട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആപ്പിളും മുന്തിരി ഓറഞ്ചും വാങ്ങിച്ചാൽ മതി എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരതൊക്കെ വാങ്ങിച്ച് പിന്നീട് അവർ ജയപ്രകാശിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രമേശൻ നായരുടെ മകനാണ് കേട്ടോ ജയപ്രകാശ്. അപ്പോൾ അവരവിടെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് അവിടെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ ഒരു സ്ത്രീയും 3 പുരുഷന്മാരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ ചീട്ട് കളിക്കുക ബിയർ കുടിക്കുക എന്തൊക്കെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ മാമച്ചായനാണെങ്കിലും വീട് മാറിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രേസമ്മേനോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് വീട് മാറിപ്പോയോ എന്നൊരു സംശയം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ആളുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ അറിയില്ലേ എന്ന് പറയും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ എണീറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ മാമച്ചായനോട് ആരാന്ന്. അപ്പോൾ ഇങ്ങനെ ജയപ്രകാശിൻ്റെ വീടല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ, അവരെ കാണാനാണോ, അവർ അപ്സ്റ്റെയറിലാണ് എന്ന് പറയൂ കേട്ടോ. അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പോയിട്ട് ബീറോ എന്തൊക്കെയോ എടുത്ത് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നുണ്ടായിരുന്നേ. മാമച്ചായനാണെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ ബ്രദേഴ്സാണ് 2 പേര്, പിന്നെ അത് ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരാന്ന് മാമച്ചായൻ ചോദിക്കുന്ന സമയത്ത്, ഓ ഞാൻ ജയപ്രകാശിൻ്റെ വൈഫാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മാമച്ചായനാണെങ്കിലും രമേശൻ നായർ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്
സമയത്ത് അതെൻ്റെ ഫാദർ ഇൻ ലോ ആണ്, അവർ അപ്സ്റ്റെയറിലുണ്ട്, ഇതിലൂടെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചു കൊടുക്കുകയെ. അപ്പോൾ അവരാണെങ്കിലും മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാരാ, ജയപ്രകാശിൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതോ ഇനിയിപ്പോൾ റിലേറ്റീവ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടാണെങ്കിലും മാമച്ചായനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലാരിവട്ടത്തു നിന്നാണെന്ന് പറയുമ്പോൾ പാലാരിവട്ടം അങ്ങനെ കൊച്ചിയിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരുത്തൻ അപ്പോൾ അല്ല ഇങ്ങനെ എറണാകുളത്താണെന്ന് പറയും. അങ്ങനെ അവർ മുകളിലേക്ക് കയറി പോകും. പിന്നീട് അവർ 4 പേരും കൂടെ ചീട്ട് കളിക്കുക എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ കളിച്ചതിൻ്റെ പൈസ എന്തോ കൊടുക്കാനുണ്ട്, അപ്പോൾ അത് ഇതുവരെ ഇട്ടില്ല എന്നൊക്കെ അതിലൊരുത്തൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഇട്ടാൽ പോരെ എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, ഹരിയാണെങ്കിലും ബബിതേനോട് പറയുന്നുണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിൽ രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനാണെങ്കിലും ജയപ്രകാശ് രേവതിക്കുട്ടിയുടെ കൈ പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ തിരുത്താനും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആണെങ്കിൽ കരയുന്നുണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചത്.